Foodnlife. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുകയല്ലേ എല്ലാവരും? അപ്പോൾ ഇവിടെ നിങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ടീക്കിംഗ് സീരീസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. മറ്റൊന്നുമല്ല, കടല വെച്ചിട്ടുള്ളൊരു കിഡിലൻ ടീക്കിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കടലയാകുമ്പോൾ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആവുമല്ലോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാൻ നോക്കാം എങ്ങനെയാണ് നല്ല അടിപൊളി കടല കേക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് അടിപൊളി കടല വെച്ചിട്ടുള്ള ടീക്കിങ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മിക്സിയിലേക്ക് കടല ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിതൊരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ച കടലയാണ്. അതുപോലെ കടല ഞാൻ കുക്കറിലിട്ട് ഒരു വിസിലൊന്ന് അടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് വെന്ത് പോയിട്ടില്ല. എന്നാൽ നമുക്ക് ഒന്ന് ഞെക്ക് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്ത് വരുന്ന പരുവത്തിൽ ഞാൻ കടല ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് 1/2 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഈന്തപ്പഴമാണ്, നമ്മുടെ ഡേറ്റ്സ് ആണ്. അപ്പോൾ അത് ഞാൻ കുതിർത്ത് വെച്ചതാണ്. അതൊരു 3 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈന്തപ്പഴം ഞാൻ എടുത്തിരിക്കുന്നത് 7 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുതിർത്ത് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലും നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് എന്തായാലും എടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടയ്ക്ക് കടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ കുതിർത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈന്തപ്പഴം കൂടെ നമ്മുടെ മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് മിക്സ് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുട്ട വേണ്ട എങ്കിൽ പുളിയില്ലാത്ത 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈന്തപ്പഴവും അതുപോലെ തന്നെ നമ്മുടെ കടലയും മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടൊരു പേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഈന്തപ്പഴത്തിന്റെ കുരുക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ നന്നായിട്ട് അടിച്ചെടുക്കാനേ. അപ്പോൾ നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കടലയും മുട്ടയും ഈന്തപ്പഴവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതിയാവുകയെ. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ മറന്നുപോയി 2 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂൺ കുറച്ച് കൂടുതൽ വേണ്ടി വരുമായിരിക്കും. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവുകയെ. അപ്പോൾ കുറച്ച് പാലൂടെ ചേർത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ബൗളിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓൾറെഡി ഞാൻ മൈദ ഒന്ന് അരിച്ചെടുത്തതാണ്. എന്നാലും നമുക്ക് അരപ്പയും കൂടെ ഒന്നുകൂടെ അരിച്ച് ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും നമ്മുടെ ഏലക്കയും കൂടെ ചേർത്ത് ഞാൻ പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പൊ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും അതുപോലെ 4-5 ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തതാണ്. അതുകൂടെ നമുക്ക് അരിപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ബേക്കിംഗ് സോഡയാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അടുത്ത് നമ്മൾ ബേക്കിംഗ് പൗഡറാണ് ചേർക്കാൻ പോകുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറോട് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ച് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഓയിൽ എന്ന് പറയുമ്പോൾ പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ബട്ടർ അടുത്താണ് ചേർക്കാൻ പോകുന്നത്. ഒരു 1/4 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഞാൻ അതോടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പം പാലെന്ന് പറയുമ്പോൾ ഞാൻ 1 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കൺസിസ്റ്റൻസി നോക്കിയിട്ട് പാല് ചേർത്ത് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പം ഒറ്റ ടൈം 1 കപ്പ് പാലോടെ എടുത്ത് ഒഴിക്കരുത്. നമുക്ക് എന്തായാലും 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിനുശേഷം ബാക്കി നോക്കാം. അര കപ്പ് പാൽ ഒഴിച്ചിട്ട് അത് നമുക്ക് പോരായിരുന്നു, കുറേശ്കൂടെ വേണം. അപ്പം നമ്മൾ എന്തായാലും ഒരു 1/4 കപ്പ് പാലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അവസാനം പറയാം മൊത്തം എത്ര പാൽ ഒഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ അവസാനം പറയാം. അപ്പം ഇത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ 1/4 കപ്പ് പാലും പ്ലസ് 2 ടേബിൾ സ്പൂൺ പാലോട് എനിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും അളവ് പാൽ എനിക്ക് കറക്റ്റ് ആയിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് 1 കപ്പ് പാലും വേണ്ടി വരുമായിരിക്കും. നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾക്ക് ബാലൻസ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മാത്രമല്ല, മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ വേറെ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ ബാറ്ററുടെ സെറ്റാണ്. ഇനി നമുക്ക് നേരെ കേക്ക് ടിന്നിലേക്ക് മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ കേക്ക് ടിൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ
നമ്മുടെ ബട്ടർ പേപ്പർ ഒക്കെ വെച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് നമ്മുടെ മൈദ ഇട്ടൊന്ന് തട്ടിയെടുത്താൽ മതിയാവും. കേക്ക് നന്നായിട്ട് വിട്ട് വരുവേ. അപ്പൊ നമുക്കിനി ബാറ്റർ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ബാറ്റർ ഒക്കെ കേക്കിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തട്ടി കൊടുക്കാം. അപ്പൊ നമ്മൾ തട്ടി കൊടുക്കുന്നത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു പോകാനായിട്ടാണ് തട്ടി കൊടുക്കുന്നത്. അപ്പം നമ്മൾ ബാറ്ററൊക്കെ കേക്കിൻ്റെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് കടായിലാണ്. അപ്പം നിങ്ങൾക്ക് കുക്കറിലോ അതല്ല ഏതെങ്കിലും കട്ടിയുള്ള അടികട്ടിയുള്ള പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അവനുള്ളവരാണെങ്കിൽ അവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കേക്കിനടങ്ങിയ ബാറ്റർ ഉള്ളിൽ വെച്ച് 30 to 40 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് ബേക്കായി കിട്ടും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രിക്ക് ചെയ്ത് നോക്കണം. 30 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രിക്ക് ചെയ്യാവൂ. ജസ്റ്റ് ഒന്ന് പ്രിക്ക് ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാം. അല്ലെങ്കിൽ ഒരു 5 to 10 മിനിറ്റ്സ് കൂടെ എക്സ്ട്രാ വെച്ചാൽ മതിയാവേ. അപ്പോൾ അതായത് അല്ലാതെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ആൾക്കാർ കുക്കറോ മറ്റ് കടായികളോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ 40 മിനിറ്റ്സിന് ശേഷമാണ് നമ്മുടെ കേക്ക് റെഡിയായി കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇടയ്ക്ക് തുറന്ന് നോക്കരുത്. തുറന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് അതുപോലെ തന്നെ താന്നു പോവുകയും പൊങ്ങി വരുന്നത് പോലെ തന്നെ താന്നു പോകും. നമ്മുടെ കേക്ക് നല്ല പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേക്കിനെ നമുക്കൊന്ന് സ്ലൈസ് ചെയ്ത് നോക്കിയാൽ ഉൾവശമൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പൊ നമുക്ക് കേക്കിനെ സ്ലൈസ് ചെയ്ത് നോക്കാം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കേക്ക്? അടിപൊളിയായിട്ടില്ലേ? അപ്പൊ കടലയാകുമ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു ഐറ്റമാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകണ്ട കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് മിസ്സാകാതെ നിങ്ങൾക്ക് എല്ലാം കാണാനും പറ്റുമേ. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.